Hello children, welcome to Chapmate. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റായ നേച്ചേഴ്സ് പ്ലെന്റി. യെസ്, എന്താണ് യൂണിറ്റിന്റെ പേര്? നേച്ചേഴ്സ് പ്ലെന്റി. യെസ്, നേച്ചേഴ്സ് പ്ലെന്റി. പ്രകൃതിയുടെ സമൃദ്ധി. പ്ലെന്റി, സമൃദ്ധി, ധാരാളം. യെസ്, ഡു യു ലൈക്ക് നേച്ചർ? കൂട്ടുകാർക്ക് ഇഷ്ടമാണോ പ്രകൃതി? യെസ്, യു ലവ് നേച്ചർ. കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അല്ലേ? ഒരുപാട് മനോഹരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ അല്ലേ? യെസ്, സോ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. യെസ്, ആരാണ്? യെസ്, ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ. യെസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ എന്താ അദ്ദേഹം പറയുന്നതെന്ന്? നോക്കിയാലോ. യെസ്, എന്താ അദ്ദേഹം പറയുന്നത്? Look deep into nature and then you will understand everything better. എന്താണ്? Look deep into nature and then you will understand everything better. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ, എങ്കിൽ നിങ്ങൾക്ക് എല്ലാം വളരെ മനോഹരമായി നന്നായി മനസ്സിലാവും. എന്താ ഇതിൽ പറയുന്നത്? യെസ്, ഇമ്പോർട്ടൻസ്, പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ്, നേച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ട് മിങ്കിള് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ, പ്രകൃതിയിലേക്ക് ഇറങ്ങൂ, പ്രകൃതിയുമായി ബന്ധപ്പെടൂ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി മനസ്സിലാവും എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? യെസ്, ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ. യെസ്, നമുക്ക് യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക്, ആമുഖത്തിലേക്ക് കടന്നാൽ അവിടെ ഒരു ന്യൂസ് കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്, അവിടെ ഒരു ന്യൂസ് കട്ടിംഗ് കൂട്ടുകാർക്ക് കാണാം. എന്താ ന്യൂസ് കട്ടിങ്ങിന്റെ മോൾ എഴുതിയിട്ടുള്ളത്? എന്താ എഴുതിയത് പറഞ്ഞേ? യെസ്, നേച്ചേഴ്സ് ഡോട്ടർ. യെസ്, നേച്ചേഴ്സ് ഡോട്ടർ അല്ലേ? നേച്ചേഴ്സ് ഡോട്ടർ എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞേ? പ്രകൃതിയുടെ പുത്രി, പ്രകൃതിയുടെ മകൾ. യെസ്, നേച്ചേഴ്സ് ഡോട്ടർ. ആ ന്യൂസ് കട്ടിംഗ് വായിച്ചാലോ? യെസ്, ഞാൻ ആദ്യം ആ ന്യൂസ് കട്ടിംഗ് വായിക്കും, കൂട്ടുകാർ എൻ്റെ കൂടെ വായിക്കുക. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്കും പെന്നും നോട്ട്ബുക്കും ഇല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? യെസ്, ഞാൻ വായിക്കുമ്പോൾ പേന കൊണ്ട് ഈ വാക്കുകളുടെ ഇടയിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി, എന്നിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക. ഞാനതിവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ടേ? യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Nature's daughter. Jharkhand. Living close to nature is living life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. കുട്ടികൾക്ക് മനസ്സിലായോ ഞാൻ വായിച്ചത്? നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഇതിൽ ഡൗട്ടുള്ള വേർഡ്സ് ഉണ്ട് അല്ലേ? കുറച്ച് ഒരു 4-5 വേർഡ്സ് ഉണ്ട്. യെസ്, നമുക്ക് നോക്കാം. നേച്ചേഴ്സ് ഡോട്ടർ, പ്രകൃതിയുടെ പുത്രി, പ്രകൃതിയുടെ മകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്? പ്രകൃതിയുടെ മകൾ. പ്രകൃതിയുടെ മകൾ ആരാ? ഈ മകൾ ആര്? പ്രകൃതിക്ക് മകളുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്? നമുക്ക് നോക്കാം. യെസ്, ജാർഖണ്ഡിൽ നടന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണിത്. യെസ്, ന്യൂസ് കട്ടിംഗ് ആണിത്. ജാർഖണ്ഡ്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുന്നത് ജീവിതം മുഴുവനായി ജീവിക്കുന്നതിൻ്റെ ഫലമാണ്. ജീവിതം മുഴുവനായി അർത്ഥവത്തായി പൂർണ്ണമായി ജീവിക്കുന്നതിന് തുല്യമാണ്. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. സൂര്യമണിയുടെ കഥ തീർച്ചയായും നിങ്ങളെ കണ്ണ് തുറപ്പിക്കും. ആരുടെ? പ്രകൃതിയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന, പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്ന, നടന്നു മാറുന്ന, വഴി മാറുന്ന ആൾക്കാർക്ക് തീർച്ചയായും കണ്ണ് തുറപ്പിക്കുന്ന ഒരു കഥയായിരിക്കും. ഐ ഓപ്പണർ, കണ്ണ് തുറപ്പിക്കുന്ന.
Suryamani's story will definitely will be an eye opener for those who walk away from nature. Yes, പ്രകൃതിയിൽ നിന്നും വഴിമാറി നടക്കുന്ന, അകന്നു നടക്കുന്നവർക്ക് തീർച്ചയായും സൂര്യമണിയുടെ കഥ ഒരു കണ്ണ് തുറപ്പിക്കുന്നതായിരിക്കും. യെസ്, ഡെലിബറേറ്റ്ലി മനഃപൂർവം, ഡെലിബറേറ്റ്ലി മനഃപൂർവം, വാക്ക് എവേ അകലുന്ന അല്ലെങ്കിൽ നടന്നു മാറുന്ന, വഴി മാറുന്ന. യെസ്, വാക്ക് എവേ, അകലുന്ന. യെസ്, സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. ആരാണ് ഈ സൂര്യമണി? ആരായി സൂര്യമണി? യെസ്, ഷീ ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. ട്രൈബൽ ഗോത്രം. അവള് ഒരു ഗോത്രത്തിൽപ്പെട്ട, യെസ്, നേച്ചർ, പ്രകൃതി സംരക്ഷകയാണ് അല്ലേ? ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട പ്രകൃതി സംരക്ഷകയാണ് ആര്? സൂര്യമണി. യെസ്, who loves the forest and considers it as her own. ഒരുപാട് പ്രകൃതിയെ സ്നേഹിക്കുന്ന, എൻ്റെയാണ് ഈ പ്രകൃതി, ഞാൻ സംരക്ഷിക്കേണ്ടതാണ്, എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തം പാരൻസിനെ നോക്കില്ലേ ഇല്ലേ? അതേപോലെ ഇത് എൻ്റെ സ്വന്തമാണ് എന്ന് കരുതി അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ആര്? സൂര്യമണി. ആൻഡ് അവർ എവിടുന്നാ വരുന്നത്? യെസ്, ഷീസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. യെസ്, ഷീസ് എ tribal nature activist. Yes, she loved the forest and knew that she could do something to save it. അവൾ പ്രകൃതിയെ, കാടിനെ വളരെയധികം സ്നേഹിച്ചു. എന്നിട്ട് അവൾക്ക് തോന്നി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ കാടിനെ ചെയ്യാൻ കഴിഞ്ഞേക്കും, എനിക്കിതിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കും. യെസ്, ഇൻ കോളേജ് ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെന്റ്. അവൾ പഠിക്കുന്ന സമയത്ത് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെന്റ്, കാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ്, അതിൽ അവൾക്ക് ജോയിൻ ചെയ്തു. അവൾ അതിലൊരു മെമ്പറായി, അതിലൊരു പാർട്ടായി. യെസ്, ഭാഗമായി. ഷീ വെന്റ് ഓൺ നേച്ചർ വാക്സ് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. അവൾ എന്ത് ചെയ്തു? ചെറിയ കുട്ടികളുടെ കൂടെ നേച്ചർ വാക്കിന് എല്ലാ വാരാന്ത്യത്തിലും, ആഴ്ചയുടെ അവസാനം, സാറ്റർഡേ സൺഡേ വീക്കെൻഡുകളിലൊക്കെ ചെറിയ കുട്ടികളെയും കൊണ്ട് നേച്ചർ വാക്കിന് പോയി. പ്രകൃതിയിലൂടെ ഒരു നടത്തം, പ്രകൃതിയെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി, അതാണ് നേച്ചർ വാക്ക്. ആ നേച്ചർ വാക്കിന് പോയി ആര്? യെസ്, അവർ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്, നമ്മുടെ കാട് സംരക്ഷക അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷക ആര്? സൂര്യമണി. യെസ്, explaining that our survival is linked with the survival of the forest. Survival, yes, survival, നിലനിൽപ്പ്. ആ കുട്ടികളോട് എന്താ നമ്മുടെ സൂര്യമണി പറഞ്ഞു കൊടുക്കുക? യെസ്, നമ്മുടെ നിലനിൽപ്പ് പ്രകൃതിയുടെ നിലനിൽപ്പിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കും നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ആര്? യെസ്, നമ്മുടെ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് യെസ്, സൂര്യമണി. ഇതാണ് സൂര്യമണിയുടെ കഥ. കൂട്ടുകാർക്ക് മനസ്സിലായോ? ആരാണ് സൂര്യമണി? യെസ്, ഷീസ് എ നേച്ചർ ആക്ടിവിസ്റ്റ്. യെസ്, അവരൊരു നേച്ചർ ആക്ടിവിസ്റ്റ് ആണ്, പ്രകൃതി സംരക്ഷകയാണ് അല്ലേ? പ്രകൃതി സംരക്ഷണ പ്രവർത്തകയാണ്. യെസ്, അപ്പം ഇത്രയാണ് നേച്ചേഴ്സ് ഡോട്ടർ ഈ ന്യൂസ് ക്ലിപ്പിങ്ങിൽ പറയുന്നത്, ഈ ന്യൂസ് കട്ടിങ്ങിൽ പറയുന്നത്. യെസ്, ഇനി അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? യെസ്, കൂട്ടുകാർ ഈ വാക്കുകളെല്ലാം എഴുതിയെടുത്തില്ലേ? യെസ്, ഞാനിത് മായ്ക്കാണേ. ഓക്കെ, യെസ്, ഐ ഓപ്പണർ, കണ്ണ് തുറപ്പിക്കുന്ന, ഡെലിബറേറ്റ്ലി, മനഃപൂർവം, വാക്ക് എവേ, അകലുന്ന, വഴിമാറുന്ന, തെന്നിമാറുന്ന, ട്രൈബൽ, ഗോത്രം, സർവൈവൽ, നിലനിൽപ്പ്. യെസ്, സോ let's discuss the questions. Yes, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, കൂട്ടുകാർ ഒന്ന് വായിച്ചു നോക്കിക്കേ ആ ക്വസ്റ്റ്യൻസ്, ആ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. Yes, what is this news item about? What is this news item about? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ന്യൂസ് എന്തിനെ കുറിച്ചാ പറയുന്നേ? This is about സൂര്യമണി. Yes, this news is
about Suryamani. Yes, Suryamani. She is a പറഞ്ഞേ ആരാണ് സൂര്യമണി? She is a tribal nature activist. Yes, she is a tribal nature activist. Yes, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ന്യൂസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ? യെസ്, നോക്കിക്കേ. ദിസ് ന്യൂസ്, ഈ വാർത്ത ഈസ് അബൌട്ട് എന്തിനെ കുറിച്ചാണ്? സൂര്യമണിയെ കുറിച്ചാണ്. ഷീ ഈസ് എ ട്രൈബൽ, അവൾ ആരാണ്? എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്, ഗോത്ര പ്രകൃതി സംരക്ഷക അല്ലെങ്കിൽ പ്രവർത്തകയാണ്. യെസ്, അപ്പൊ ഈ ന്യൂസ് എന്തിനെ കുറിച്ചാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദിസ് ന്യൂസ് ഐറ്റം അബൌട്ട്? യെസ്, ദിസ് ന്യൂസ് ഈസ് അബൌട്ട് സൂര്യമണിയെ കുറിച്ചാണ് ഈ ന്യൂസ്. ആൻഡ് ഹൂ ഈസ് ഷീ? ആരാണ് സൂര്യമണി? യെസ്, ഷീ ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. യെസ്, ഈ ആൻസർ കൂട്ടുകാർ എഴുതിയോ? ഒന്ന് എഴുതൂ കേട്ടോ. ഓക്കെ, ഇവിടെ പോസ് ചെയ്തിട്ട് എഴുതിയാലും മതി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ? യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. സൂര്യമണി കാട് സംരക്ഷിക്കാൻ അതിയായി പ്രയത്നിക്കുന്നു. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? കൂട്ടുകാർ എപ്പോഴെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? കൂട്ടുകാരോടാണ് ചോദ്യം. ഒന്നുകൂടി നോക്കിയാൽ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു save the forest. Have you ever made any attempt to save nature? I'm sorry, Suryamani. Yes, here spelling SU, okay, SURYA, okay, not SOO. Yes, Suryamani works hard to save the forest. Have you ever made any attempt to save nature? കൂട്ടുകാർ എപ്പോഴെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ? യെസ്, ചെറുതായൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ജൂൺ 5 വി പ്ലാന്റഡ് എ ട്രീ. യെസ്, വി പ്ലാന്റഡ് എ സ്മോൾ പ്ലാന്റ് ഓൺ എന്നാ കൂട്ടുകാർ ചെടി നട്ട് കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ സ്റ്റാറ്റസായും വീഡിയോ ആയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചില്ലേ? എന്നായിരുന്നു അത്? ഡേറ്റ് പറഞ്ഞേ, ഓർത്തെ. യെസ്, ജൂൺ 5. എന്താ ജൂൺ 5ന്റെ പ്രത്യേകത? വേൾഡ് എൻവയൺമെന്റ് ഡേ. യെസ്, പ്ലാന്റഡ് എ സ്മോൾ പ്ലാന്റ് ഓൺ വേൾഡ് Environment Day. Yes, planted a small plant on World Environment എന്ന് എഴുതും. വായിക്ക് എങ്ങനെയാ? Environment. Yes, Environment Day അല്ലേ? ഇത് ചെറിയൊരു അറ്റംപ്റ്റ് അല്ലേ? ഇനി കൂടുതൽ അറ്റംപ്റ്റ് കൂട്ടുകാരെ ചെയ്യാനിരിക്കുന്നല്ലേ ഉള്ളൂ. യെസ്, സോ നമുക്ക് ജൂൺ 5 നമ്മൾ ചെടി നട്ട കാര്യം എഴുതാം അല്ലേ? യെസ്, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കൂട്ടുകാർ എഴുതിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടുകാർ എഴുതിയില്ലേ? ഞാൻ വായിക്കട്ടെ. ഓക്കെ, ഇനി ഇത് കൂട്ടുകാർ കോപ്പി ചെയ്തോളൂ. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, എന്താ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ നിലനിൽപ്പ് പ്രകൃതിയുടെ കാടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡു യു എഗ്രി? കൂട്ടുകാർ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. ഡു യു എഗ്രി? ഡിസ്കസ് ദിസ് വിത്ത് യുവർ ഫ്രണ്ട്. കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക. കൂട്ടുകാർ പറഞ്ഞു നമ്മുടെ നിലനിൽപ്പ് പ്രകൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. യെസ്, അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് സർവൈവൽ ഓഫ് ഫോറസ്റ്റ് അല്ലേ? കാടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ നമ്മുടെ നിലനിൽപ്പും? എന്തുകൊണ്ടാ കൂട്ടുകാർ മലയാളത്തിൽ പറഞ്ഞേ? എന്തുകൊണ്ടാണ്? കാട് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് അല്ലേ? കാട് മണ്ണൊലിപ്പ് തടയുന്നുണ്ട് അല്ലേ? കാടൊക്കെ നമ്മൾ വെട്ടി മുറിച്ചാൽ പിന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവില്ലേ അല്ലേ? നമുക്ക് പ്രളയം വന്നത് ഓർമ്മയില്ലേ? നമുക്ക് ഫ്ലഡ് നമ്മൾ ഓർത്തില്ലേ? 2 വർഷം മുമ്പ് നമുക്ക് പ്രളയം വന്നു അല്ലേ കേരളത്തിൽ? അതൊക്കെ കൂട്ടുകാർക്ക് അറിയാം എന്തുകൊണ്ടായിരിക്കാമെന്ന്. യെസ്, അപ്പോൾ ഫോറസ്റ്റ് നേച്ചർ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ അത്? ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് 2-3 എഴുതാം. ഓക്കെ, യെസ്, we
depend on forests for our survival. Yes, we depend, നമ്മൾ ആശ്രയിക്കുന്നു on forest, കാടിനെ, for our survival, നമ്മുടെ നിലനിൽപ്പിനായി നമ്മൾ കാടിനെ ആശ്രയിക്കുന്നു. Yes, forests prevent soil erosion and mitigate climate change. They purify. ഇത് ഞാൻ മായ്ച്ചോട്ടെ കൂട്ടുകാർ എഴുതിയെടുത്തു അല്ലേ? യെസ്. They purify the air we breathe. യെസ്, ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് സെന്റൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. എന്താണ് എഴുതിയത് ഞാൻ പറഞ്ഞുതരാം. യെസ്, വി ഡിപ്പെൻഡ് ഓൺ ഫോറസ്റ്റ് ഫോർ അവർ സർവൈവൽ. നമ്മൾ നമ്മുടെ നിലനിൽപ്പിനായി നമ്മൾ പ്രകൃതിയെ അല്ലെങ്കിൽ കാടിനെ ആശ്രയിക്കുന്നു. ഡിപ്പെൻഡ്, ആശ്രയിക്കുക. ഓക്കെ, നമ്മൾ പ്രകൃതിയെ, നമ്മുടെ നിലനിൽപ്പിനായി പ്രകൃതിയെ അല്ലെങ്കിൽ കാടിനെ ആശ്രയിക്കുന്നു. യെസ്, ഫോറസ്റ്റ്, കാട്. പ്രിവെന്റ്, തടയുന്നു. സോയിൽ ഇറോഷൻ, പ്രിവെന്റ്. ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട് കേട്ടോ, അത് കൂട്ടുകാർ എടുത്ത് എഴുതിക്കുക ഇവിടെ. പ്രിവെന്റ് soil erosion. Yes, then mitigate climate change. ഒക്കെ എന്താന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. ഓക്കെ, സോ പ്രിവെന്റ്, തടയുന്നു. യെസ്, തടയുക. കൂട്ടുകാരൊന്ന് കൂട്ടി വായിച്ചു നോക്കിക്കേ. ദേ ഫോറസ്റ്റ് പ്രിവെന്റ്, കാട് തടയുന്നു. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. യെസ്, കൂട്ടുകാർ എടുത്തെഴുതണേ, മണ്ണൊലിപ്പ്. അപ്പൊ കൂട്ടി വായിച്ചു നോക്കൂ, എന്താ മനസ്സിലാവുന്നേ? കാട് മണ്ണൊലിപ്പ് തടയുന്നു. യെസ്, പ്രിവെന്റ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നു. ദെൻ മൈറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്, ലഘൂകരിക്കുന്നു. മൈറ്റിഗേറ്റ് ലഘൂകരിക്കുന്നു, കുറയ്ക്കുന്നു. യെസ്, കുറയ്ക്കുന്നു. മൈറ്റിഗേറ്റ് കുറയ്ക്കുന്നു. വാട്ട്, എന്താ കുറയ്ക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. യെസ്, കാലാവസ്ഥാ വ്യതിയാനം. സോറി, ഞാനിത് മുകളിലേക്ക് എഴുതാം. ഓക്കെ, യെസ്, ക്ലൈമറ്റ് ചേഞ്ച്. എന്താ ക്ലൈമറ്റ് ചേഞ്ച്? പറഞ്ഞേ എന്താ? യെസ്, പറഞ്ഞേ. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. യെസ്, കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. എന്ത് ചെയ്യുന്നു നമ്മുടെ ഫോറസ്റ്റ്? യെസ്, ഫോറസ്റ്റ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നു. കൂടാതെ മൈറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നു. അല്ലേ? മഴ കിട്ടേണ്ടപ്പോൾ മഴ, വെയിൽ കിട്ടേണ്ടപ്പോൾ വെയിൽ. അപ്പൊ ഇതൊക്കെ കിട്ടണ്ടേ നമുക്ക്? യെസ്, അപ്പോൾ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തിനെ നിയന്ത്രിക്കുന്നതിലും there is a role of forest. Yes, അവിടെ ഫോറസ്റ്റിന് ഒരു റോൾ ഉണ്ട്, ഒരു പങ്കുണ്ട്. യെസ്, then they purify, ശുദ്ധീകരിക്കുന്നു. യെസ്, they purify the air we breathe. നമ്മൾ ശ്വസിക്കുന്ന, ശ്വസിക്കുക, നമ്മൾ ശ്വസിക്കുന്ന എയറിനെ, വായുവിനെ ശുദ്ധീകരിക്കുന്നു. ആര്? യെസ്, ഫോറസ്റ്റ്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ ആൻസർ? എന്തുകൊണ്ടാണ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഫോറസ്റ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ സർവൈവൽ ഫോറസ്റ്റിന്റെ സർവൈവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? മനസ്സിലായോ? അതിന്റെ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ആൻസറിൽ കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്, ഇതൊക്കെ കൂട്ടുകാർ പഠിക്കേണ്ടതാട്ടോ. സോയിൽ ഇറോഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വേർഡുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തെഴുതിയത്. ഓക്കെ, കുറച്ച് കടുകായിട്ടുള്ള വേർഡ് തന്നതാണ് അവിടെ, കാരണം ഇത് നമ്മൾ പഠിക്കേണ്ട വേർഡ്സ് ആണ് ഇതൊക്കെ. യെസ്, സോയിൽ ഇറോഷൻ, മൈറ്റിഗേറ്റ്, ക്ലൈമറ്റ് ചേഞ്ച്. യെസ്, ക്ലൈമറ്റ് ചേഞ്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, കാലാവസ്ഥ വ്യതിയാനം. യെസ്, ഇതൊക്കെ കൂട്ടുകാർ പഠിക്കുക. ഓക്കെ,
സോ അതിന് താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സൂര്യമണിയുടെ കഥ മനസ്സിലായി. യെസ്, ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്ക് നോക്കാം. യെസ്, ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുമൊത്ത് ഒരു പ്രകൃതി സഞ്ചാരം നടത്തുകയാണെന്ന് വിചാരിക്കുക, ഒരു നേച്ചർ വാക്ക് നടത്തുകയാണ് എന്ന് വിചാരിക്കൂ. യെസ്, ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? എങ്ങനെ ഉണ്ടാവുക ആ അനുഭവം? എത്ര രസമായിരിക്കും അല്ലേ. യെസ്, ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. അത് കറക്റ്റായിട്ട് താഴെയുള്ള ബോക്സുകളിൽ ഒന്ന് എഴുതി നോക്കൂ. യെസ്, യു മേ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. യു ക്യാൻ ആസ്ക് ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ടീച്ചറോട് സഹായം ചോദിക്കാം. യെസ്, എന്താ പറയുന്നത്? നിങ്ങളും നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഒരു പ്രകൃതി സവാരി, യെസ്, നേച്ചർ വാക്ക് നടത്തുകയാണ്. യെസ്, പ്രകൃതിയിലൂടെ ഒരു നടത്തം നടത്തുകയാണ്. അപ്പോൾ നടക്കുകയാണ്. യെസ്, അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാർ കാണുന്നത് എന്ന് താഴെയുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ് അല്ലേ, നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ആദ്യത്തെ കോളം എന്താ കൂട്ടുകാർ പറഞ്ഞേ? ഐ കുഡ് സീ. യെസ്, എനിക്ക് കാണാൻ കഴിയുന്നവ. യെസ്, I could see. യെസ്, എനിക്ക് കാണാൻ കഴിയുന്നവ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക? നമുക്ക് എഴുതി നോക്കാം അല്ലേ. യെസ്, നെക്സ്റ്റ് ഐ കുഡ് ഹിയർ. യെസ്, ഐ കുഡ് ഹിയർ. എനിക്ക് കേൾക്കാൻ കഴിയുന്നവ. യെസ്, നെക്സ്റ്റ് ഐ കുഡ് വായിച്ച കൂട്ടുകാർ എന്താ അടുത്തത്? യെസ്, എന്താ അടുത്തത്? I could sense. Yes, I could sense. അപ്പോൾ ഇത്രയുമാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. യെസ്, ഐ കുഡ് സി. എന്തൊക്കെയാ കൂട്ടുകാർക്ക് കാണാൻ കഴിയും? പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ബിഗ് ട്രീസ്. യെസ്, ബിഗ് ട്രീസ്. യെസ്, ബിഗ് ട്രീസ്. വലിയ മരങ്ങൾ കാണാം അല്ലേ. മരങ്ങൾ മാത്രമാണോ കാടിലുള്ളത്? നേച്ചറിലുള്ളത് മരങ്ങൾ മാത്രമാണോ? എന്തൊക്കെയുണ്ട്? യെസ്, ബേർഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ്. യെസ്, ബേർഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ്, ഇഴജന്തുക്കൾ. യെസ്, പാമ്പ്, ചേര, ഇങ്ങനത്തെയൊക്കെ അല്ലേ റെപ്റ്റൈൽസ്, ഇഴജന്തുക്കൾ. യെസ്, ആനിമൽസ്, മൃഗങ്ങൾ, പക്ഷികൾ. പിന്നെന്ത് കാണാം? റിവർ, പോണ്ട് അല്ലേ. പോണ്ട്, കുളങ്ങൾ കാണാം. റിവർ, അരുവി കാണാം അല്ലേ. കുളം, അരുവി, തടാകം, ഇതൊക്കെ കാണാം അല്ലേ. യെസ്, ബിക്കോസ് നേച്ചർ ഈസ് ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ. അത്ര മനോഹരമാണ് എന്ത്? നേച്ചർ. യെസ്, അപ്പൊ ഇത്രയുമാണ് ഐ കുഡ് സീ, കാണാൻ കഴിയുന്നവ അല്ലേ. കാണാൻ കഴിയുന്നവ എന്തൊക്കെയാ? ബിഗ് ട്രീസ്, ബേർഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ്, പോണ്ട്, റിവർ. ഇത്രയും കൂട്ടുകാർക്ക് കാണാൻ കഴിയും അല്ലേ. യെസ്, നെക്സ്റ്റ് ഐ കുഡ് ഹിയർ. കേൾക്കാൻ കഴിയുന്നവ എന്തൊക്കെയാ? പറഞ്ഞേ, എന്തൊക്കെ കേൾക്കാൻ കഴിയും? Yes, the chirping of birds. The chirping of birds. പക്ഷികളുടെ കളകളാരവം. യെസ്, പക്ഷികളുടെ കളകളാരവം. ആ ഒരു ചിലയ്ക്കുന്ന ശബ്ദമില്ലേ പക്ഷികള്. യെസ്, ആ ശബ്ദം. യെസ്, the chirping of birds. നെക്സ്റ്റ് പിന്നെ എന്തൊക്കെ കേൾക്കാൻ കഴിയും? യെസ്, സൗണ്ട് ഓഫ് റിവർ അല്ലേ. പുഴയിൽ, അരുവിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ട്. യെസ്, സൗണ്ട് ഓഫ് റണ്ണിങ് വാട്ടർ. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാൻ കഴിയും അല്ലേ. വെള്ളം ഒഴുകുന്ന ശബ്ദം. സൗണ്ട് ഓഫ് റണ്ണിങ് വാട്ടർ, വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാൻ കഴിയും. നെക്സ്റ്റ് റോറിംഗ് ഓഫ് ആനിമൽസ്. യെസ്, റോറിംഗ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ അലർച്ച കേൾക്കാൻ കഴിയും അല്ലേ. പിന്നെ വേറെ എന്താ കേൾക്കാൻ കഴിയാ? എന്തൊക്കെയാ? യെസ്, ഹമ്മിങ് ഓഫ് ഇൻസെക്ട്സ്. യെസ്, ഹമ്മിങ് ഓഫ് ഇൻസെക്ട്സ്. ഈ പ്രാണികളുടെ മൂളക്കം കേട്ടൂടെ? യെസ്, ഇൻസെക്ട്സ്, പ്രാണികൾ. ഹമ്മിങ്, മൂളക്കം. യെസ്, പ്രാണികളുടെ മൂളക്കം എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഉണ്ടാവില്ലേ. യെസ്, നെക്സ്റ്റ് വിസ്പറിംഗ് ഓഫ് ബ്രീസ്. യെസ്, കാറ്റിന്റെ മന്ദമാരുതന്റെ ശബ്ദം അല്ലേ. കാറ്റിങ്ങനെ വീശുന്ന എന്നുള്ള അടിക്കുന്ന ശബ്ദം അല്ലേ. യെസ്, വിസ്പറിംഗ് ഓഫ് ബ്രീസ്. വിസ്പർ ഓഫ് ബ്രീസ്.
വിസ്പർ ഓഫ് ബ്രീസ്. യെസ്, കാറ്റിന്റെ ശബ്ദം, വിസ്പർ, കാറ്റിന്റെ മന്ത്രിക്കുന്ന ശബ്ദം. യെസ്, വിസ്പർ ഓഫ് ബ്രീസ്. അപ്പൊ എന്തൊക്കെയാ ഹിയർ കേൾക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാ? ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കളകളാരവം. യെസ്, സൗണ്ട് ഓഫ് റണ്ണിംഗ് വാട്ടർ, വെള്ളം ഒഴുകുന്ന ശബ്ദം. യെസ്, റോറിംഗ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ അലർച്ച. യെസ്, അത് പേടിപ്പെടുത്തുന്നതാണ് അല്ലേ? യെസ്, ഹമ്മിങ് ഓഫ് ഇൻസെക്ട്സ്, ഹമ്മിങ് ഓഫ് ഇൻസെക്ട്സ്, പ്രാണികളുടെ എന്ത്? പ്രാണികളുടെ മുളക്കം. യെസ്, ഹമ്മിങ്. വിസ്പർ ഓഫ് ബ്രീസ്, കാറ്റ് വീശുന്ന ശബ്ദം. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, ഐ കുഡ് സെൻസ്. ഇനി നമുക്ക് കാണാൻ, അനുഭവിച്ചറിയാൻ കഴിയുന്ന, സെൻസ് ഫീൽ ചെയ്യാൻ കഴിയുന്നവ. യെസ്, അനുഭവിച്ചറിയാൻ കഴിയുന്നവ. എന്തൊക്കെ അനുഭവിച്ചറിയാൻ കഴിയും? പറഞ്ഞേ. ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. യെസ്, പൂക്കളുടെ ഫ്രാഗ്രൻസ്, ഗന്ധം. യെസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഗന്ധം. നെക്സ്റ്റ്, മണ്ണിന്റെ മണം അല്ലേ? സ്മെൽ ഓഫ് സോയിൽ, മണ്ണിന്റെ ഗന്ധം അല്ലേ? കാടിലെ മണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നല്ല നനഞ്ഞ വളക്കൂറുള്ള ഫലഭൂഷ്ടമായ മണ്ണ. ആ മണ്ണിന് പ്രത്യേകമായിട്ടൊരു ഗന്ധം ഉണ്ടാവും അല്ലേ? യെസ്, സ്മെൽ ഓഫ് സോയിൽ. നെക്സ്റ്റ്, പിന്നെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? ഒരു തണുപ്പില്ലേ? യെസ്, തണുപ്പ്, കൂൾനെസ്. നെക്സ്റ്റ്, ആ ഒരു കാടില് നല്ല തണുപ്പല്ലേ അല്ലേ? ആ തണുപ്പ്. പിന്നെയോ ചൂടും അല്ലെ? വെയിലുണ്ടെങ്കിൽ ആ വെയിലിന്റെ ചൂരും. യെസ്, ഹോട്ട്നെസ്. പിന്നെയോ വിൻഡ്, കാറ്റ് അല്ലെ? കാറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ? യെസ്, വിൻഡ്. പിന്നെന്താ പറഞ്ഞേ? യെസ്, അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. യെസ്, സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടെ നോക്കിയേ. ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവറിന്റെ ഫ്രാഗ്രൻസ്, ഗന്ധം. യെസ്, സ്മെൽ ഓഫ് സോയിൽ, മണ്ണിന്റെ മണം. കൂൾനെസ്, ആ ഒരു തണുപ്പ്. ഹോട്ട്നെസ്, ചൂട് ഇല്ലേ? വെയിലൊക്കെ ആയ നല്ല ചൂടുണ്ടാവില്ലേ? യെസ്, ഹോട്ട്നെസ്. നെക്സ്റ്റ്, വിൻഡ്, കാറ്റ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഐ കുഡ് സെൻസ്. നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? ഐ കുഡ് സീ, ഐ കുഡ് ഹിയർ ആൻഡ് ഐ കുഡ് സെൻസ്. യെസ്, ഇതൊക്കെ നമ്മൾ എഴുതി അല്ലേ? എന്താ കാണാൻ കഴിയുന്നവ? ബിഗ് ട്രീസ്. യെസ്, വലിയ മരങ്ങൾ. നെക്സ്റ്റ്, ബേർഡ്സ് അല്ലേ? പക്ഷികൾ. ആനിമൽസ്, മൃഗങ്ങൾ. റെപ്റ്റൈൽസ്, ഇഴജന്തുക്കൾ. പോണ്ട്, കുളം. റിവർ, അരുവി. യെസ്, ഐ കുഡ് ഹിയർ, കേൾക്കാൻ കഴിയുന്നവ എന്തൊക്കെയാ? ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കളകളാരവം. യെസ്, സൗണ്ട് ഓഫ് റണ്ണിംഗ് വാട്ടർ, വെള്ളം ഒഴുകുന്ന ശബ്ദം അല്ലേ? പുഴയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം അല്ലേ? യെസ്, റോറിംഗ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ അലർച്ച അല്ലേ? പേടിപ്പെടുത്തുന്ന അലർച്ച. നെക്സ്റ്റ്, ഹമ്മിങ് ഓഫ് ഇൻസെക്ട്സിന്റെ ഹമ്മിങ്, മൂളക്കം അല്ലേ? പ്രാണികളുടെ, വണ്ടുകളുടെ ഒക്കെ ഈ ഒരു മൂളക്കം അല്ലേ? യെസ്, നെക്സ്റ്റ്, വിസ്പർ ഓഫ് ബ്രീസ്, കാറ്റിന്റെ വിസ്പർ, മന്ത്രിക്കൽ അല്ലേ? കാറ്റിങ്ങനെ വീശുന്ന ശബ്ദം. യെസ്, നെക്സ്റ്റ്, ഐ കുഡ് സെൻസ്, കൂട്ടുകാർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന എന്തൊക്കെയാ? യെസ്, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവർ, പൂവിന്റെ സുഗന്ധം. നെക്സ്റ്റ്, സ്മെൽ ഓഫ് സോയിൽ, മണ്ണിന്റെ മണം. നെക്സ്റ്റ്, കൂൾനെസ്, തണുപ്പ് അല്ലേ? കാട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കില്ലേ? യെസ്, ഹോട്ട്നെസ്, വെയിലിന്റെ ചൂട്. നെക്സ്റ്റ്, വിൻഡ്, കാറ്റ് അല്ലേ? കാറ്റ് വീശുന്നുണ്ടെങ്കിൽ കാറ്റ്. ഇതൊക്കെയല്ലേ കൂട്ടുകാർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാ? യെസ്, അപ്പൊ ഈ ടേബിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഡെയിലി വിക്ടേഴ്സ് ക്ലാസ്സിൽ എങ്ങനെയാണോ ക്ലാസ് പോകുന്നത് ആ ഓർഡറിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കൂട്ടുകാർ ചാപ്മേറ്റ് കാണുക. ചാപ്മേറ്റിന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് കൂട്ടുകാരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എനി ടൈം ബന്ധപ്പെടാവുന്നതാണ്. എനി ടൈം ഫ്രം എനിവോ, എവിടെ നിന്നും വിളിക്കാവുന്നതാണ്. എന്ത് സംശയം ചോദിക്കാനും വിളിക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ചാപ്മേറ്റ്. ഓക്കെ, ബൈ.